ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ നമുക്ക് ഇന്നൊരു ചോറൂണ് ചടങ്ങ് കണ്ടാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2-3 ദിവസം തിരക്കായിപ്പോയി. അപ്പൊ വീഡിയോ എടുക്കാൻ സമയമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗാലറിയിൽ ഈ വീഡിയോ എടുക്കണം. അപ്പൊ ഇതങ്ങ് എഡിറ്റ് ആക്കി ഇടാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ചോറൂണ് നമ്മുടെ വേറെ ആരുടെയില്ല, നമ്മുടെ ശിവമോളുടെയാണ് കേട്ടോ ചോറൂണ്. അപ്പൊ എന്റെ ഡെയിലി ബ്ലോഗ് കാണുന്നവർക്ക് അറിയാട്ടോ ശിവ ആരാണെന്നും ഇവരൊക്കെ ആരാന്നൊക്കെ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ശിവമോൾക്ക് ചോറ് കൊടുക്കാണ് കേട്ടോ. ബേബി ബോയ്ക്കാണെങ്കിൽ 5 മാസവും അതേ കണക്കിന് ബേബി ഗേൾസിനൊക്കെ 6 മാസം ആണല്ലോ നമ്മൾ ചോറ് കൊടുക്കുന്നത്. അപ്പൊ 6 മാസത്തിലാട്ടോ ചോറൂണ് ചടങ്ങ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുമായിരുന്നേ. പിന്നെ എല്ലാവരും വന്ന് കുഞ്ഞിന് പായസം വെച്ച് വായ വെച്ച് കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ. അങ്ങനെ അടുത്തതായിട്ട് എൻ്റെ വിടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കൊടുത്തതിന് ശേഷം പിന്നെ പറഞ്ഞ കുഞ്ഞുമണിനെയും കൊണ്ട് കൊടുപ്പിക്കാണ്. അങ്ങനെ കുഞ്ഞുമണി ഒരു തരത്തിൽ കൊടുക്കില്ല കേട്ടോ. പിന്നെ ഞാൻ കൈ പിടിപ്പിച്ച് തൊട്ട് ശിവയുടെ വായ വെച്ചോണ്ടിരിക്കാണ് കേട്ടോ. ശിവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ട്, എന്തൊക്കെയോ കിട്ടുന്നു. അങ്ങനെ കുഞ്ഞുമണി അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് ശേഷം തുലാഭാരം തൂക്കുന്ന ചടങ്ങാണ് കേട്ടോ. അങ്ങനെ ചോറൂണിന് ശേഷം എന്റെ ശിവമോളുടെ തുലാഭാരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പഴമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഴം വെച്ചാണ് കേട്ടോ നടത്തിയത്. അങ്ങനെ ചോറൂണിനൊക്കെ ശേഷം ഞങ്ങൾ ഇതേ കഞ്ഞി കുടിക്കാൻ വന്നു കേട്ടോ. ഉച്ചിറയിൽ കഞ്ഞി ഉണ്ടല്ലോ. അങ്ങനെ കഞ്ഞിയും വൻപയറൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചേ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ ചുറ്റമ്പലത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അപ്പൊ ഞങ്ങളത് ആ ക്ഷീണത്തിന് ഇവിടെ ഒന്ന് ഇരുന്ന് അങ്ങനെ മീനാക്ഷി ഞാനും അനിയനും കുഞ്ഞുമണി ഇവിടെ കിടന്ന് ഓട്ടോ ചാട്ടം ഒക്കെ ആയിരുന്നു കേട്ടോ. കഞ്ഞിയൊക്കെ കുടിച്ച് നടന്നിട്ടൊക്കെ ഞങ്ങൾ അടുത്തതായിട്ട് ശിവയുടെ കാതൂത്താണ് കേട്ടോ. ചോറ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാതൂത്തല്ലോ. അപ്പൊ അന്ന് തന്നെ കാതൂത്താന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഓച്ചിറയിൽ തന്നെ ഉള്ള ഒരു ജ്വല്ലറി കയറിട്ടോ. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മേളിൽ വന്നിരിക്കണം കേട്ടോ. മേളിലാണ് കേട്ടോ കാതൂത്തുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ കാതൂത്തുന്ന ആള് ചോറ് കഴിക്കാൻ പോയിരിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വെയിറ്റ് ആക്കാൻ പറഞ്ഞു. ഞങ്ങൾ വന്നിരിക്കുകയാണ്. മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വല്യമ്മയും അങ്ങനെ പിന്നെ എന്റെ അനിയനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. കുഞ്ഞുമണി ആ സമയം കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ബലൂൺ കൊടുത്താൽ കേട്ടോ. അപ്പൊ 4-5 ബലൂൺ ഒരുമിച്ച് ആയിക്കൊണ്ട് നടക്കുകയാണ് ഇവിടെ. പിന്നെ കുഞ്ഞുമണിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് കേട്ടോ. ഇപ്പൊ ഈ വീഡിയോക്കകത്ത് കണ്ടോണ്ടിരിക്കുന്നത് കുഞ്ഞുമണി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്റെ മോളിൽ അങ്ങനെ വരത്തുള്ളൂ. ഫോട്ടോയൊക്കെ ഭയങ്കര അഡിക്ഷൻ ആണ് കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും പറയാം അമ്മേ ചോട്ടെടുത്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കുറെ നേരം ഇവിടെ നിന്ന് പിന്നെ ഈ കുറുമ്പൊക്കെ തുടങ്ങി കേട്ടോ. കസാര അങ്ങോട്ട് നീക്കൊണ്ട് പോലൊക്കെ. അപ്പോഴേക്കും കാതുകുത്തുന്ന മാമനിങ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ അടയാളമൊക്കെ പെടുത്തിയിട്ട് കാതുകുത്താൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ കാത് കുത്തുന്നതിന് മുന്നേ ശിവ ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടേ. അങ്ങനെ കുറച്ച് നിർബന്ധപ്പെടുത്തലിനൊക്കെ ശേഷം കാത് കുത്തി കേട്ടോ. കുറച്ച് പാടായിരുന്നു കാത് കുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കാതൊക്കെ കുത്തി പിന്നെ കുറെ നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അടുത്ത കാത് കുത്താൻ വേണ്ടിയിട്ട് ആ കരച്ചിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ 2ാമത്തെ കാതും കുത്തിയത്. അറിയുന്നത് കണ്ടപ്പോഴത്തേക്കും കുഞ്ഞുമണിക്ക് അങ്ങ് സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ശിവക്കുട്ടിയൊക്കെ അങ്ങ് ഓക്കെ ആയി കേട്ടോ. പിന്നെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരിക്ക്. അങ്ങനെ കുഞ്ഞിനെ നോക്കാക്കാൻ വേണ്ടി കുറച്ചു നേരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ചോറൂണും കാതൂത്തൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, സീ യു.